അയല വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയലമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതാ ഫിഷൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അയല രണ്ടായിട്ട് വരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. തലയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. 3 ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 4 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ. ഞാനൊരു 10 ചെറിയുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ചെറിയുള്ളി ഇങ്ങനെ കണ്ണാടി പോലെ ആവുന്ന പോലെ നന്നായിട്ട് വഴന്ന് കിട്ടണം. ചെറിയുള്ളിയുടെ കളറ് ഒരുപാടങ്ങ് മാറണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ശരി, ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തക്കാളി പേസ്റ്റ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് 2 പഴുത്തിട്ടുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് തക്കാളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതാ തക്കാളി പേസ്റ്റ് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ കുറച്ച് സമയം ഇങ്ങനെ വഴറ്റി തുടങ്ങുമ്പോഴത്തേക്കും ചെറിയുള്ളിയുടെ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയുള്ളി നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 2 തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതായിരുന്നു. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക. തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് മാത്രം മാറിയാൽ മതിയാവും. അതായത് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ദാ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തക്കാളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. 2 സ്പൂൺ അളവിൽ മുളക് പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് എരിവ് കൂടിയ മുളക് പൊടിയാണെങ്കിൽ 1/4 സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ ഇതിലേക്ക് വേണ്ടതാണ് മല്ലിപ്പൊടി. 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാ പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് മൂത്തിട്ട് വരണം. ഇനി വേണം നമ്മുടെ മസാലയുടെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാനായിട്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുപോലെ തക്കാളി ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇങ്ങനെ വഴറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് സമയം ഇങ്ങനെ വഴറ്റി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസാലയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരാൻ തുടങ്ങും. ഇതുപോലെ
ഈ സമയം വരെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. പച്ചവെള്ളം ഒന്നും ചേർത്ത് കൊടുത്തേക്കരുത്. കുറച്ച് കുറുകിയ ചാറോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ മുമ്പേ കുതിർക്കാനായിട്ട് വെച്ചതായിരുന്നു. നന്നായിട്ട് ഇപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുടംപുളി കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളി ആ വെള്ളത്തോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും പുളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. ഒരു അയല 2ആയിട്ട് വരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നിന്നും അല്പം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് ഒരു 10-12 മിനിറ്റ് മാത്രം മതിയാവും. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ശരി, നമുക്കിതൊരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഒരല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക. കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഉടനെ കഴിക്കുന്നതിനേക്കാളും ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. തൊട്ടടുത്ത ദിവസം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ മീൻകറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ചൂട് പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻകറി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്രമാത്രം ടേസ്റ്റി ആയിരിക്കുമെന്ന്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ.